വ്യാജ പ്രചാരം ഉണ്ടാക്കി ഇന്നലെ പത്തനംതിട്ട ജില്ലയിൽ കോൺഗ്രസിൻ്റെ ഓഫീസുകൾക്ക് നേരെയും പുതുയുഗ യാത്രയുടെ പ്രചാരണ സാമഗ്രികൾക്ക് നേരെയും ആസൂത്രിതമായ അക്രമം നടന്നു. ഏകദേശം 15 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടയിലുള്ള നഷ്ടമാണ് ഈ അക്രമത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. കേരളത്തിലുടനീളം വീണ ജോർജിനെ ആക്രമിച്ചു എന്ന പ്രചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അക്രമം അഴിച്ചുവിട്ടു. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് UDF-നും കോൺഗ്രസിനും പൊതു മുതലുകൾക്കും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇത് വീണ ജോർജ് വ്യാജമായി ഉണ്ടാക്കിയ ബോധപൂർവം കെട്ടിച്ചമച്ച ഒരു ആരോപണമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ കേരളത്തിൽ നടന്ന അക്രമപ്രവർത്തനങ്ങളിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ മന്ത്രി വീണ ജോർജിൻ്റെ സ്വകാര്യ സ്വത്തിൽ നിന്നും അതിൻ്റെ നഷ്ടപരിഹാരം ഈടാക്കിയെടുക്കാൻ പോലീസ് തയ്യാറാകണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. കാരണം ഇതിന് വീണ ജോർജ് മാത്രമാണ് ഉത്തരവാദി. അവർ ബോധപൂർവം സൃഷ്ടിച്ച ഒരു കാര്യമാണിത്. ഒരക്രമം നടന്നിട്ടില്ല എന്ന് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഒരുപോലെ വിഷ്വൽസ് തുറന്നു കാണിച്ച് പറയുന്ന സത്യമാണ്. അപ്പോൾ വീണയെ ആക്രമിച്ചിട്ടില്ല. അവർക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം നടന്നു. പ്രവർത്തകർ വളരെ ദൂരെയായിരുന്നുള്ളതെല്ലാം വ്യക്തമാണ്. അപ്പോൾ ഈ അക്രമ പ്രവർത്തനത്തിന് ഒന്നാം പ്രതി വീണ ജോർജാണ്, രണ്ടാം പ്രതിയെ CPM ആവുന്നുള്ളൂ. അപ്പോൾ വീണ ജോർജിൽ നിന്നും ഇതിന് നഷ്ടപരിഹാരം ഈടാക്കണം. അതിന് ഞങ്ങൾ നിയമപരമായ നടപടി സ്വീകരിക്കും. പത്തനംതിട്ട ജില്ലയിൽ ഞങ്ങൾക്ക് 15 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടയിൽ ഞങ്ങളുടെ ജാഥ നാളെ ജില്ലയിൽ വരികയാണ്. ആ ജാഥയെ വരവേൽക്കാനായി ഞങ്ങളുടെ പ്രവർത്തകർ സ്ഥാപിച്ചിരുന്ന മുഴുവൻ ബോർഡുകൾ നശിപ്പിച്ചു, കൊടിതോരണങ്ങൾ നശിപ്പിച്ചു, കൊടിമരങ്ങൾ പിഴുതെടുത്തുകൊണ്ട് പോയി. വളരെ കൊലവിളി മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ഇതിനെല്ലാം കാരണക്കാരി ഒറ്റയാളാണ് ശ്രീമതി വീണ ജോർജാണ്. അപ്പം കലാപാഹ്വാനം, വീണ ജോർജിൻ്റെ ഈ കപട നാടകം ഒരു കലാപം നടത്താനുള്ള ആഹ്വാനമാണ്. അപ്പോൾ ഭാരതീയ ന്യായ സംഹിതയിൽ കലാപം ആഹ്വാനം ചെയ്യാൻ ഒരാൾ തുനിഞ്ഞാൽ അയാൾക്കെതിരെ ഏതൊക്കെ സെക്ഷൻസ് ഉപയോഗിച്ച് കേസെടുക്കാമോ കേസെടുത്ത് വീണ ജോർജിനെതിരായിട്ട് കേസ് ചാർജ് ചെയ്ത് അവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ശ്രീമതി വീണ ജോർജിന് ഇങ്ങനെ ഒരു സ്ഥിരം പരിപാടിയാണ്. പത്തനംതിട്ടക്കാരായ മാധ്യമപ്രവർത്തകർക്കെല്ലാം അറിയാം. ഇവർ ഏത് സമരം നടന്നാലും അതിലേക്ക് ഇറങ്ങി ചെല്ലുക. റാന്നിയിൽ 1 വർഷത്തിന് മുമ്പ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാർ സമരം നടത്തി. ഇവരും വീണ ജോർജ് മന്ത്രിയും റാന്നി MLA പ്രമോദും കൂടി കാർ സഞ്ചരിക്കുകയാണ്. അവർക്ക് ഒരു കാര്യമില്ല, 4-5 ചെറുപ്പക്കാരേ ഉള്ളൂ. പോലീസുകാരുണ്ട്, അവർക്ക് സുഖമായിട്ട് ആ റോഡിൽ കൂടി പോകാമായിരുന്നു. അവർ ചെയ്തു, വാഹനം അവിടെ നിർത്തി ഇറങ്ങിച്ചെന്ന് യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഏറ്റുമുട്ടുകയാണ്. അവർ ഏറ്റുമുട്ടുകയാണ്. ഇവർക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ശ്രീമതി വീണ ജോർജിനുണ്ട്. വീണ ജോർജിന് പൊതുപ്രവർത്തകയായിരുന്നില്ല, SFI DYFI പാരമ്പര്യമില്ല. പെട്ടെന്നൊരു ദിവസം MLA ആയി മന്ത്രിയായി വന്ന ഒരാളാണ്. അപ്പോൾ സഹിഷ്ണുത തീരെയില്ല അവർക്ക്. സമരങ്ങളോട് ഇങ്ങനെയല്ല ഒരു മന്ത്രി പെരുമാറേണ്ടത്. കേരളത്തിൽ മുഖ്യമന്ത്രി മാത്രമേ ഈ ധിക്കാരം കാണിക്കാറുള്ളൂ. കേരളത്തിലെ മറ്റെല്ലാ മന്ത്രിമാരും SFI AISF രാഷ്ട്രീയ പാരമ്പര്യമുള്ളവരൊക്കെ ആയതുകൊണ്ട് അവരൊക്കെ കൊഴിഞ്ഞങ്ങ് പോകാൻ സാധനം ചെയ്യുന്നത്. ഒരു സമരവും അക്രമ സമരമായി കേരളത്തിൽ മന്ത്രിമാർക്കെതിരെ ഇതുവരെ ഉണ്ടായിട്ടില്ല. പത്തനംതിട്ടയിലെ വിഷ്വൽ എൻ്റെ കയ്യിലോട്ട് നിങ്ങളെ കാണിച്ചു തരാം. ആ വിഷ്വലിൽ പോലും ചെറുപ്പക്കാരും അടുത്ത് വന്നിട്ട് ഇവരോട് ഒരു ആക്രോശവും കാണിക്കുന്നില്ല. അപ്പോൾ ബോധപൂർവം അക്രമം ഉണ്ടാക്കാൻ ഇന്നലെ ഇവിടെ നടന്ന മുഴുവൻ അക്രമങ്ങൾക്കും ഉത്തരവാദി വീണ ജോർജ് മാത്രമാണ്. അവരെ കലാപ ആഹ്വാനം നടത്തി ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നമാണിത്. അതുകൊണ്ട് അവർക്കെതിരായി കേസെടുത്ത് നടപടി സ്വീകരിക്കണം.